എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വരുൺ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നേർക്കാഴ്ച. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മേയറിനെയും യദുവിനെയും സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കുവാനാണ്. അതിനുമുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കുറച്ച് നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് മേയറും യദുവും തമ്മിലുള്ള പ്രശ്നം. അപ്പോൾ മേയറും MLA മാക്സിമം യദുവിനെ പൊട്ടാനായിട്ട് ശ്രമിച്ചു. പക്ഷേ എന്ത് ചെയ്യാനാ, പരാജയപ്പെട്ടു പോകുന്നു. ഇപ്പോൾ പദവി തെറിക്കുമെന്നോ വീട്ടിലിരിക്കുമെന്നോ എന്നൊക്കെ പറയുന്നു. അപ്പം അതിനിടയ്ക്ക് ഒരു നടിയെ ഇറക്കി ഒരു നാറിയ കളി കളിക്കാൻ ശ്രമിച്ചു. അതും ഫ്ലോപ്പായി. എന്ത് ചെയ്യാനല്ലേ? ഇതേ കണക്കത്തെ തറപ്പരിപാടികൾ നമ്മൾ ഒരുപാട് കണ്ടു. എവിടെ? നമ്മുടെ സിദ്ധാർത്ഥിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാലം മുമ്പ് വരെ നമ്മൾ ഇതേ കണക്ക് CPMൻ്റെ അല്ലെങ്കിൽ LDFൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണലിൻ്റെ നാറിയ പണികൾ ഒരുപാട് കണ്ടു. അപ്പോൾ സിദ്ധാർത്ഥനോ നീതി കിട്ടിയില്ല. അപ്പോൾ യദുവിനെങ്കിലും നീതി കിട്ടണം. അതേ ഞാൻ പറയുന്നുള്ളൂ. യദുവിന് നീതി കിട്ടുന്നിടം വരെ ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. അത് ആ ചെറുപ്പക്കാരനോടുള്ള എൻ്റെ ഒരു ഐക്യദാർഢ്യം ആയിട്ട് ആയിട്ട് നിങ്ങൾ കരുതിയാൽ മതി. പിന്നെ എന്തൊക്കെയായാലും നമ്മുടെ കുറച്ച് ക്ലിപ്പിങ്ങിലേക്ക് ഞാൻ കിടക്കുകയാണ്. ക്ലിപ്പിംഗ് അല്ല, നമുക്ക് വീഡിയോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. എൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരു സംതൃപ്തി കിട്ടത്തില്ല. അത് വേറൊരു സത്യം അല്ലേ? അപ്പോൾ ഞാൻ പറയുന്നത് എന്തൊക്കെയോ വന്ന് പറഞ്ഞിട്ട് പോകുന്നത് എന്നേ നിങ്ങൾ പറയത്തുള്ളൂ. പക്ഷേ അത് പറയേണ്ട രീതിയിൽ പറയേണ്ടവർ പറയുമ്പോൾ നിങ്ങൾ ഉൾക്കൊള്ളും. അപ്പോൾ നമുക്ക് അതേ കണക്കുള്ള പറയേണ്ട അവരുടെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ. മേയറെ അറിയില്ലേ, ട്രിവാൻഡ്രം മേയറെ അറിയില്ലേ, ആര്യയെ അറിയില്ലേ, ധീരസഖാത്തിയെ അറിയില്ലേ. തിരുവനന്തപുരത്തുള്ള മൊത്തം DYFIക്കാരും SFIക്കാരും ഇപ്പോൾ സംഘഗാനമായിട്ട് ആലപിക്കുന്നതാണ് ഞാനീ പാടിയത്. നമ്മുടെ തിരുവനന്തപുരം നഗരിയുടെ ഹൃദയ രോമാഞ്ചമായ സഖാവ് ആര്യ രാജേന്ദ്രനെയും അവരുടെ ഭർത്താവും വിപ്ലവ തീപ്പന്തവുമായ ബാലുശ്ശേരി MLA സച്ചിൻ ദേവിനെയും വഴിയിൽ വെച്ച് കണ്ടിട്ട് KSRTCയിൽ ഒരു എംപാനൽ ഡ്രൈവർക്ക് മനസ്സിലായില്ല. അയാൾ ഇവരുടെ കാറിന് സൈഡ് കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഈ വണ്ടിക്ക് വട്ടം വച്ച് നീ ആരടാ ഇറങ്ങി വാടാ എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രത്യേക ആക്ഷൻ കാണിച്ചു എന്നാണ് പറയുന്നത്. ഈ ആക്ഷൻ കണ്ട വഴിക്ക് ആര്യയ്ക്ക് സ്ത്രീത്വം മുറിപ്പെട്ടു. അതേ തുടർന്ന് പോലീസിനെ വിളിച്ചു വരുത്തി. അതിനിടയ്ക്ക് സച്ചിൻ ദേവ് ഈ KSRTC ബസ്സിൽ വലിഞ്ഞു കയറുകയും ഡ്രൈവറിനോട് ഇറങ്ങിപ്പോകാൻ പറയുന്നു. അയാൾ താഴെ ഇറങ്ങിയില്ല, ധിക്കാരമായിട്ട് സീറ്റിൽ തന്നെ ഉറച്ചിരുന്നു. അപ്പോഴത്തേക്കും പോലീസ് വന്നു. സച്ചിൻ ദേവ് പറഞ്ഞു, ഈ വണ്ടി പട്ടം വരെ ഉള്ളൂ, ഇത് തമ്പാനൂർക്ക് പോകുന്നില്ല, ആവശ്യമുള്ളവർക്ക് ഇവിടെ ഇറങ്ങിപ്പോവാം, ഈ വണ്ടി ഇവിടെ വെച്ച് സർവീസ് അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു. ആ വണ്ടിയിൽ ആ സമയത്ത് 12 യാത്രക്കാരനായിരുന്നു. 12 പേര് ഊറി പോലെ ഇറങ്ങിപ്പോയി. ഞങ്ങളെ തമ്പാനൂർ കൊണ്ടുവന്ന് വിടണം, തമ്പാനൂർ പോകാതെ ഞങ്ങളാരും ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയില്ല എന്ന് പറയാൻ ആർക്ക് ധൈര്യം വന്നില്ല. കാരണം ഒന്നാമത് മേയറാണ്, രണ്ടാമത് മേയറുടെ ഭർത്താവായിട്ടുള്ള MLA ആണ്, മൂന്നാമത് പോലീസാണ്. അപ്പോൾ ഏതായാലും തീരെ വിപ്ലവകാരികളായ, മാത്രമല്ല ഇവർ ചിലപ്പോൾ ഈ മാർക്സിസ്റ്റ് അനുഭാവികളും കൂടി ആയിരിക്കും. അവരെല്ലാവരും MLAയോടും മേയറോടും അനുഭാവം രേഖപ്പെടുത്തിക്കൊണ്ട് സമാധാനപരമായിട്ട് പിരിഞ്ഞുപോയി. അപ്പോൾ ഇതേക്കുറിച്ച് സംഭ്രമജനകമായ പല വാർത്തകളും പിന്നീട് പത്രങ്ങളിൽ വന്നു. ആരെയും ഭർത്താവിനെയും അവമാനിക്കാനായിട്ട് ഈ എംപാനലുകാരൻ എന്ന് പറഞ്ഞ യഭ്യൻ ശ്രമിച്ചു എന്ന രീതിയിലാണ് ആദ്യം വാർത്ത. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. സീബ്ര ലൈനിൽ കൊണ്ടുവന്നിട്ടാണ് ഈ വിപ്ലവ വാഹനം KSRTC ബസ്സിന് വട്ടം വച്ചത് എന്ന കാര്യം പുറത്തു വന്നു. അപ്പോഴാണ് പ്രത്യേക ആക്ഷനുമായിട്ട് നമ്മുടെ മേയർ രംഗത്ത് വന്നത്. ഈ ആക്ഷൻ കണ്ടപ്പോൾ ഭയങ്കരമായ മനപ്രയാസമുണ്ടായി. അതിനെ തുടർന്ന് 354 വകുപ്പ് ചാർജ് ചെയ്തു. ദൈവാധീനം കൊണ്ട് ആരോപണം അവിടെ നിന്നു. ആ പെരുവഴിയിൽ വെച്ച് മേയറെ കയറി പിടിച്ചു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറ്റാരോപണം ഗുരുതരമായ. അതിനേക്കാൾ ഉപരി നീ ബാലുശ്ശേരി MLA അല്ലടാ ഡാഷേ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ സംഗതി കുടുക്കിപ്പോയനെ.
അത് പറഞ്ഞ ആ രീതിയിലൊരു പരാതി കൊടുത്തിരുന്നെങ്കിൽ ഈ പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരായിട്ടുള്ള എന്താണ് അതിക്രമങ്ങൾ തടയൽ നിയമം എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്. അത് പ്രകാരം ഈ എംപാനലുകാരൻ അടുത്ത കാലത്തൊന്നും സൂര്യപ്രകാശം കാണാത്ത രീതിയിൽ ജയിലിൽ പോയത്. അങ്ങനെ ഒരു പരാതി കൊടുക്കാനായിട്ട് സച്ചിൻ ദേവിന് ആ സമയത്ത് ബുദ്ധി ഉദിച്ചില്ല, അല്ലെങ്കിൽ അത്രയ്ക്കുള്ള വിവേകം ആ സമയത്ത് തോന്നിയില്ല. അത് പറഞ്ഞാൽ മതിയായിരുന്നു. വളരെ നിസ്സാരമായിട്ട് ഈ ഷാജൻസ്കറിയെ പോയ പോലെ ആ എംപാനലുകാരൻ വല്ല പാതാളത്തിൽ പോയി ഒളിക്കേണ്ടി വന്നത്. പിന്നെ സുപ്രീം കോടതിയിൽ പോയാൽ പോലും ജാമ്യം കിട്ടുകയില്ല. ഏതായാലും ആ രീതിയിലുള്ളൊരു ആരോപണം ഉണ്ടായില്ല. MLA മനസ്സിലായില്ല എന്നാണ് പറയുന്നത്. ഞാൻ ആരാണെന്ന് മനസ്സിലായെന്ന് ചോദിച്ചപ്പോൾ നീ ആരായില്ല എനിക്കെന്തരി എന്ന രീതിയിലാണ് ഈ ഡ്രൈവൻ മറുപടി പറഞ്ഞത്. അപ്പോൾ മേയർ വന്നിട്ട് ഞാൻ ആരാണെന്ന് മനസ്സിലായെന്ന് ചോദിച്ചു. അതും അറിയില്ല എന്ന് പറഞ്ഞു. അതാണ് സത്യത്തിൽ ഇവരെ വിഷമിപ്പിച്ചത്. ആക്ഷനൊക്കെ പോട്ടെ എന്ന് വെച്ചത്. തിരുവനന്തപുരം മഹാറാണിയായ മേയർ അമ്മയെ കണ്ടിട്ട് വേറെ ഒരു എംപാനലുകാരന് മനസ്സിലായില്ല എന്ന് പറഞ്ഞ് ഇതിനേക്കാൾ വലിയൊരു പോക്കണം കേട്ടുകൾ പിന്നെ വേറെ എന്തിന് അപ്പി എന്നുള്ളതാണ് അവരെ വിഷമിപ്പിച്ചത്. അതുകൊണ്ടാണ് അപ്പം തന്നെ പോലീസിനെ വിളിച്ചതും പോലീസ് വന്നതും യാത്രക്കാരെയൊക്കെ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടതും ക്യാഷുകൾ ചാർജ് ചെയ്തതും. ഏതായാലും സംഗതി ചോറായി. ഇവിടുത്തെ സകലമാന ചാനലുകാരും കൂടി പാവം മേയറുടെ പുറത്ത് പൊതുയോഗം കൂടി. മീഡിയ 1 ഒരു വശത്ത് കൂടി, ജനം ചാനൽ മറുവശത്ത് കൂടി, ഏഷ്യാനെറ്റ് മൂന്നാമൊരു വശത്ത് കൂടി, മാതൃഭൂമിയും മലയാള മനോരമയും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പത്രത്തിലും ചാനലിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ആളുകൾ ചാമ്പോടി ചാമ്പ് എന്തരി ആകെ കുഴപ്പങ്ങൾ തന്നെ. അപ്പോൾ ഈ സൈബർ ഗുണ്ടകൾ എന്ന് പറഞ്ഞ ഒരു വിഭാഗക്കാർ നമ്മുടെ നാട്ടിലുണ്ട്, സൈബർ സഖാക്കൾ. അവരാകെ വിഷമിച്ചു പോയി. കാരണം ഈ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി. ഇനി പാർട്ടി ഈ ധീര സഖാവിനെ കൈവിടുമോ എന്ന് ഭയപ്പെട്ടു. ആ സമയത്താണ് ഗോവിന്ദൻ മാഷിൻ്റെ രംഗപ്രവേശം. അദ്ദേഹം നമ്മുടെ സന്ദേശത്തിലെ കുമാരപിള്ള സാറിൻ്റെ റോളിൽ പ്രത്യക്ഷപ്പെട്ടു. സൈദ്ധാന്തിക വിശകലനം നടത്തി. പുള്ളി കണ്ണുകൊണ്ട് കണ്ട രീതിയിൽ പറഞ്ഞു, ഇത് ഡ്രൈവറുടെ ഭാഗത്താണ് അനൗചിത്യം ഉണ്ടായത്, അതുകൊണ്ട് നടപടിയെടുക്കണം, പോലീസ് കേസെടുക്കണം എന്ന് ഗോവിന്ദൻ മാഷ് താത്വികമായിട്ട് ചാതിര പടിവിൽ പറഞ്ഞപ്പോൾ സൈബർ സഖാക്കൾക്ക് പെട്ടെന്ന് വയാഗ്ര കഴിച്ച പോലെ വലിയ ഉത്തേജനം ഉണ്ടായി. ഉടനെ തന്നെ അവർ ചാടി വീണു. ഈ ആരെവിടെ ഈ ഡ്രൈവർ പണ്ടേ തല്ലിപ്പുള്ളിയാണ്. എല്ലാ ഡ്രൈവർമാരും തല്ലിപ്പുള്ളികളാണ്. KSRTCയിലെ സകല ഡ്രൈവർമാരും ആഭാസന്മാരാണ്. ഇവൻ പ്രത്യേകിച്ചും ആഭാസനാണ്. ഇവനെ ഉടനെ തന്നെ വിചാരണ കൂടാതെ തൂക്കിക്കൊല്ലണം എന്ന രീതിയിൽ അവർ രംഗത്ത് പോകും. അപ്പോൾ ഇപ്പോൾ ന്യായീകരണ തൊഴിലാളികൾക്ക് ഭയങ്കര കോളടിച്ചിരിക്കുകയാണ്. ക്യാപ്സൂൾ നിർമ്മാതാക്കൾ സകല സംവിധാനങ്ങൾ ഉപയോഗിച്ച് ക്യാപ്സൂളുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എംപാനലുകാരൻ ഒറ്റ ദിവസം കൊണ്ട് വലിയ ഹീറോയി. തിരുവനന്തപുരത്ത് ഓരോ പൗരനും പറയണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളാണ് എംപാനലുകാരൻ്റെ വായിൽ നിന്ന് പുറത്തു വന്നത്. എന്ന് മാത്രമല്ല, അവൻ സകല ചാനലിലും വന്ന് പയർ പോലെ നിന്നിട്ട് ഇതേ കത്തിക്കലാണ്. ചാനലുകളിൽ ചർച്ചയ്ക്ക് പോകുന്നു, ചാനലുകാർ ഇവൻ്റെ അഭിമുഖം സംപ്രേഷണം ചെയ്യുന്നു, പത്രങ്ങളിൽ ഇവൻ്റെ ഇൻ്റർവ്യൂ അച്ചടിച്ച് വരുന്നു. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് യദു എന്ന് പേരുള്ള ഒരു എംപാനൽ ഡ്രൈവർ 710 രൂപയ്ക്ക് ജോലി ചെയ്യുന്നവനാണ്. തൃശ്ശൂർ തൊട്ട് തിരുവനന്തപുരം വരെ നമ്മളൊരു കാർ വിളിച്ച് പോവുകയാണെങ്കിൽ ഡ്രൈവർക്ക് 2500 രൂപ പിന്നെ ഭക്ഷണവും കൊടുക്കേണ്ടി വരും. ഒരു എംപാനലുകാരൻ ഈ സർക്കാർ വണ്ടി ആന വണ്ടി ഓടിച്ച് പോയി കഴിഞ്ഞാൽ അവന് 710 രൂപയാണ് കിട്ടുന്നത്. 710 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഒരു എംപാനലുകാരനെയാണ് ഈ മേദിനത്തിൻ്റെ തലേൻ്റെ അലൂസം നമ്മുടെ ധീര സഖാവ് മേയറമ്മയും അവരുടെ ഭർത്താവായ MLA സഖാവും കൂടിയിട്ട് ഈ രീതിയിൽ ഒരു ആരോപണം ഉന്നയിച്ച് കുഴപ്പത്തിലാക്കിയത്. പക്ഷേ ഇയാളെ എംപാനലുകാരനെ പിരിച്ചുവിടും എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഗണേഷ് കുമാർ രേഖകൾ പരിശോധിച്ചിട്ട് നടപടികൾ എടുക്കൂ എന്ന് പറഞ്ഞെങ്കിലും നമുക്കറിയാം ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രിയും P. ശശി പൊളിറ്റിക്കൽ സെക്രട്ടറിയും ആനാവൂർ നാഗപ്പൻ തിരുവനന്തപുരം ചക്രവർത്തിയുമായിട്ട് ഭരിക്കുന്ന കാലത്ത് ഒരു കാരണവശാലും ഒരു എംപാനലുകാരനെ ഇനി സർവീസിൽ വെച്ചുകൊണ്ടിരിക്കില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അത് പോരാ. അവൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്യണം. എന്നിട്ട് കഴുതപ്പുറത്ത് കയറ്റി തിരുവനന്തപുരത്ത് നിന്ന് പുറത്താക്കണം. ഇനി മേലിൽ തിരുവനന്തപുരം നഗരപരിധിയിൽ കാലെടുത്ത് ചവിട്ടാൻ പാടില്ല എന്ന രീതിയിൽ ഒരു വിളംബരം പുറപ്പെടുവിക്കണം. എന്നാൽ മാത്രമേ ഇതുപോലുള്ള അഹങ്കാരികളെ നമുക്ക് നിലനിർത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു മേയറെ കണ്ടിട്ട് മനസ്സിലാവാതെ പോയെന്ന് വെച്ചാൽ എന്തൊരു വലിയ മോശമാണെന്ന് ആലോചിച്ചു. മാത്രമല്ല ഇനി മേലിൽ PSC വഴിക്ക് എടുക്കുന്ന ഡ്രൈവർമാരാണെങ്കിലും അല്ല എംപാനൽ വഴി എടുക്കുന്നവരാണെങ്കിലും സ്ഥലത്തെ പ്രമുഖന്മാരെ കണ്ടാൽ തിരിച്ചറിയാനുള്ള അവസരം ഉണ്ടായി കൊടുക്കും. അതുകൊണ്ട് മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് ഈ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടാവുമല്ലോ ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കാനായിട്ട് ആളുകളുടെ പേരും ഫോട്ടോയും കൂടി കൊടുക്കണം. അപ്പോൾ ആര്യ രാജേന്ദ്രൻ ആരാണ്, അനിൽകുമാർ ആരാണ്, പ്രസന്ന ഏണസ്റ്റ് ആരാണ് എന്നൊക്കെ ഈ എംപാനലുകാരായിട്ട് വരുന്ന അല്ലെങ്കിൽ PSC വഴിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി വരുന്ന ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ളവരെ മനസ്സിലാകാതെ പോകുന്നതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ തെറ്റ്. അപ്പോൾ പിണറായി വിജയനോ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസൊന്നും
ഒരു പക്ഷേ KSRTC കയറി പോകാൻ സാധ്യതയില്ല. വട്ടം വയ്ക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം അവർ വരുമ്പോൾ നമ്മളൊക്കെ വഴിമാറി നിൽക്കുക ചെയ്യുക. പക്ഷേ സച്ചിൻ ദേവിനെ പോലെ, അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രനെ പോലെ, അല്ലെങ്കിൽ ജനീഷ് കുമാറിനെ പോലെ, അതുപോലെ M സ്വരാജിനെ പോലെയൊക്കെയുള്ള ധീര വിപ്ലവകാരികൾ വരുമ്പോൾ ചിലപ്പോൾ KSRTCക്കാർക്ക് മനസ്സിലായെന്ന് വരില്ല. പിന്നെ രാത്രി സമയമുള്ളൂ. ഇവനാണെങ്കിൽ തൃശ്ശൂർ തൊട്ട് തിരുവനന്തപുരം വരെ ഓടിച്ച് ആകെ ക്ഷീണിച്ച് വശം കെട്ട് ചൂടത്ത് വെള്ളം കുടിക്കാൻ ദാഹിച്ച് മൂത്രമൊഴിക്കാൻ മുട്ടിയാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോഴാണ് മേയറാണ് അല്ലെങ്കിൽ മന്ത്രിയാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോ ലെവന്മാർ വരുന്നത്. അപ്പോൾ ഇത്രയല്ലേ പ്രതികരിക്കുള്ളൂ എന്നുള്ളതാണ് എനിക്ക് അത്ഭുതം, അല്ലെങ്കിൽ അത്ഭുതങ്ങൾ. പക്ഷേ ഈ ആളുകളെ തിരിച്ചറിയാതെ പോകുന്നത് ശരിയല്ല. പഴയ എന്താണ് കല്യാണ സൗഗന്ധികം ഓട്ടംതുള്ളലിൽ കുഞ്ചൻ നമ്പ്യാർ സാറ് പറഞ്ഞ പോലെ, നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത കാട്ടിൽ കിടക്കുന്ന മൂളിക്കുരങ്ങു നീ എന്ന് പറഞ്ഞ പോലെ, ഈ ഒരു മൂളിക്കുരങ്ങാണ് എംപാനലുകാരൻ എന്ന് വിചാരിച്ചാൽ നാട്ടിൽ പ്രഭുക്കളല്ല, അതിനേക്കാളൊക്കെ കൂടിയ ആൾക്കാരാണ്. ഇപ്പോൾ മാർസിസ്റ്റുകാരൊക്കെ പ്രഭുക്കൾ എന്ന് വിളിച്ചാൽ ശരിയാവില്ല, അതിനേക്കാളൊക്കെ കാശുള്ള ആൾക്കാരാണ്. കാശും ചക്രവും ഉള്ള ആളുകൾ. പത്മനാഭസ്വാമിയുടെ 10 ചക്രങ്ങൾ സ്വന്തമായി ഉള്ളവരാണ് ഈ സഖാക്കൾ. അപ്പോൾ അവരെ കാണുമ്പോൾ നമ്മൾ തൊഴി വേണം. പണ്ട് ആകെ തിരുവനന്തപുരത്ത് നമുക്ക് പേടിക്കാനായിട്ട് ആകെ പൊന്നു തമ്പുരാൻ മാത്രമേ ഉണ്ടായിരുന്നു, ബാലരാമവർമ്മ മഹാരാജാവ്. ഇപ്പം അങ്ങനെയല്ല, ഒരുപാട് മഹാരാജാക്കന്മാരുണ്ട്. അതിൽ പിണറായി മഹാരാജാവുണ്ട്, റിയാസ് മഹാരാജാവുണ്ട്, പിന്നെ ഷംസീർ മഹാരാജാവുണ്ട്, രാജേഷ് രാജാവുണ്ട്, പിന്നെ ആനാവൂർ സഖാവുണ്ട്, പിന്നെ കോലിയക്കോടുണ്ട്, ജോയ് സഖാവുണ്ട്, ആര്യെ പോലെയുള്ള പുതിയ തലമുറയിൽപ്പെട്ട രാജകുമാരിമാർ വേറെയുണ്ട്. അപ്പോൾ എല്ലാവരെയും കാണുമ്പോഴും നമ്മൾ തൊഴണം, നമ്മൾ മുണ്ടഴിച്ച് കൈ പൊത്തി അങ്ങനെ നിൽക്കണം, എന്നാൽ മാത്രമേ രക്ഷയുള്ളൂ. ഇവരുടെ എഴുന്നള്ളത്തുകൾ വരുമ്പോൾ പത്മനാഭസ്വാമിയെ തൊഴാനാണ് പണ്ട് മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളിയത്. ഇപ്പം അങ്ങനെയല്ല. ഇവരൊക്കെ പിണറായി സഖാവിനെ കാണാനായിട്ടും അല്ലെങ്കിൽ ഗോവിന്ദ സഖാവിനെ കാണാനായിട്ടും തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഒക്കെ യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തിരുവനന്തപുരത്തുള്ള സാധാരണ പൗരന്മാർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇവരെ കാണുമ്പോൾ രണ്ടാം മുണ്ടാഴ്ച അരയിൽ കെട്ടി കയ്യ് പൊത്തി അങ്ങനെ നിന്ന് തൊഴണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ എംപാനലുകാരന് പറ്റും. ഭാഗ്യം അവൻ്റെ ഗുരുത്വ ദൈവാദിനം കൊണ്ടാണ് ബാലുശ്ശേരി MLA ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ചു എന്നൊരു പരാതി കൊടുക്കാതെ പോയത്. ഇത് ഇത്തവണ സഖാവ് മറന്നുപോയെന്ന് വെച്ചാൽ അടുത്തവണ പുള്ളി മറക്കുകയില്ല. അടുത്തവണ പുള്ളി ശ്രീനിജൻ്റെ ട്യൂഷൻ എടുത്തിട്ട് ഇതേ പരിപാടി ചെയ്തില്ല. അപ്പോൾ ജാതിപ്പേര് പറഞ്ഞ് അവമാനിച്ചു, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പട്ടികജാതിക്കാരനല്ല പട്ടിയുടെ മോനെ എന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുത്ത സംഗതികൾ പെട്ടു. പിന്നെ സ്ത്രീപീഡന നിയമം എന്ന് വെച്ചാൽ അതിഭയങ്കരമാണ്, സൂര്യപ്രകാശം കാണുകയില്ല. അതുകൊണ്ട് എംപാനലുകാരാണെങ്കിലും PSC വഴിക്ക് ജോലി കിട്ടിയവരാണെങ്കിലും KSRTCക്കാരാണെങ്കിലും വാട്ടർ അതോറിറ്റിക്കാരാണെങ്കിലും ആരാണെങ്കിലും സഖാക്കളെ മാനിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. യോഗ്യന്മാരെ കാണുമ്പോൾ താണ് തൊഴാൻ മടിക്കരുത്. കാരണം ജനാധിപത്യമാണ്, രാജഭരണമല്ല. രാജഭരണകാലത്ത് ഒരു രാജാവിനെ പേടിക്കണം. ഇതങ്ങനെയല്ല. സകല ആളുകളെയും പേടിക്കണം, ബഹുമാനിക്കണം. ബഹുമാനമില്ലാതെ നടക്കുകയില്ല. ഇതിന് നമ്മൾ ജനാധിപത്യം എന്നാണ് പറയുന്നത്. പറഞ്ഞപ്പോൾ ഈ നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത മൂളിക്കുരങ്ങ് നീ എന്ന് പണ്ട് കുഞ്ചൻ നമ്പ്യാർ എഴുതിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ അർത്ഥവത്തായത് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഐശ്വര്യമായ മേയർക്കാണ്. കാരണം എന്തുകൊണ്ടറിഞ്ഞില്ല എന്ന് ആക്രോശിച്ചുകൊണ്ടാണല്ലോ ഒരു പാവം പിടിച്ച ഡ്രൈവറുടെ നേരെ ചാടിക്കയറിയത് മേയറും ഭർത്താവായ MLAയും. അപ്പോൾ ഇതൊക്കെ ഒരു സാമൂഹ്യ പ്രവർത്തകരെന്ന് പറഞ്ഞാൽ ഇതാണോ? MLAയും അതൊക്കെ സഭയ്ക്കകത്ത് നിൽക്കുന്ന കാര്യങ്ങളല്ലേ, പുറത്ത് വരുമ്പോൾ സാധാരണക്കാരല്ലേ. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ പിന്നെ അച്യുതമേനോൻ മുഖ്യമന്ത്രി പദവി രാജിവെച്ചതിന് ശേഷം തമ്പാനൂർ പോയി KSRTC ബസ്സിൽ കയറിയാണ് തൃശ്ശൂർക്ക് പോയതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ പിന്നീട് അദ്ദേഹം പിന്നെ അവിടെയൊക്കെ തേക്കിൻകാട് മൈതാനത്തൊക്കെ വൈകുന്നേരങ്ങളിൽ ചെന്നിരിക്കുമായിരുന്നു എന്ന് സുകുമാർ അഴീക്കോടിൻ്റെ പ്രസംഗത്തിലും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ കുരുന്നുകളാണ്, വളർന്നു വരുന്നതേ ഉള്ളൂ. അപ്പം കുറച്ചുകൂടെ ഈ പിന്നെ മുറ്റി വരുമ്പോൾ എന്തായിരിക്കും ഇവരൊക്കെ? ശരിയാണ്, അത് താങ്കൾ പറഞ്ഞത് ഞാനും കേട്ടിട്ടുണ്ട്. മാത്രവുമല്ല, കാന്തലോട്ട് കുഞ്ഞമ്പു എന്നൊരു മന്ത്രി ഉണ്ടായിരുന്നില്ലേ, അദ്ദേഹം തൻ്റെ വകുപ്പിൽ തന്നെ ചെന്ന് വണ്ടിക്കൂലിക്ക് പൈസ വാങ്ങിച്ച്, അതായത് മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ചതിന് ശേഷം അദ്ദേഹത്തിന് പോകേണ്ടിയിരുന്നത് കോഴിക്കോടാണെന്ന് തോന്നുന്നു, അങ്ങോട്ട് വണ്ടിക്കൂലിക്കുള്ള പൈസ വാങ്ങിച്ച് ആ ട്രെയിനിൽ കയറി യാത്ര ചെയ്തു
ആണ് പോയത് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് തീർച്ചയായും നമുക്കറിയാം. അങ്ങനെയുള്ള ഒന്നാന്തരം എക്സാമ്പിൾസ് നമ്മുടെ രാഷ്ട്രപതി തന്നെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ അല്ലേ. അതുപോലെ ജവഹർലാൽ നെഹ്റുവിനെ ഒന്ന് എടുത്തു നോക്ക്. അദ്ദേഹം അവരുടെ പിതൃസ്വത്തുക്കളായിരുന്നു, അതായത് വലിയ ഭൂസ്വത്തുക്കൾ ഉണ്ടായിരുന്ന ആ ഭൂസ്വത്തുക്കളിൽ നല്ലൊരു ഭാഗവും ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഗവൺമെൻറ്റും മറ്റ് സ്ഥാവര ജംഗമങ്ങളും കെട്ടിപ്പടുക്കാൻ വേണ്ടി അതായത് മാറ്റിവെക്കുകയായിരുന്നു, ചെലവഴിക്കുകയായിരുന്നു ചെയ്തത്. ഇനി അതുപോലെ നമ്മളിപ്പോൾ പിന്നെ നമ്മൾ അംബേദ്കറിൻ്റെയൊക്കെ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഓരോ മഹാരഥന്മാരെ പറ്റിയും പറഞ്ഞിട്ടുള്ളത്. താങ്കൾ നേരത്തെ പാടിയ ആ കവിത, അത് കുഞ്ചൻ നമ്പ്യാരുടെ കവിത. കുഞ്ചൻ നമ്പ്യാരുടെ കവിതകളൊക്കെ വളരെ അർത്ഥവത്താണ്. അത് ഇവിടെയും അതുപോലെ തന്നെ ഇരിക്കണമായിരുന്നു. എങ്കിലെന്ത് ഫലിതത്തോടുകൂടി ഇവരെയൊക്കെ ആക്രമിച്ചേനെ. ശരിക്കും ഇവരെയൊക്കെ ആക്രമിക്കേണ്ടതുമാണ്. അപ്പം ഈ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മുഖ്യമന്ത്രിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കർമ്മം കൊണ്ടാണ് അദ്ദേഹം ആദരണീയനായി തീരേണ്ടത്. അതുപോലെ തന്നെ ഒരു മേയറാണെങ്കിലും കർമ്മം കൊണ്ടാണ് എല്ലാവരും അറിയുകയും ആദരിക്കപ്പെടുകയും ചെയ്യേണ്ടത്. അതല്ലാതെ മേയർ എന്ന പദവിയെ ആർക്ക് ആണ് ആദരവ് തോന്നേണ്ടത്? ആർക്കും തോന്നേണ്ട കാര്യമില്ല. ഈ കുട്ടി, അതായത് ഈ ആര്യ രാജേന്ദ്രൻ ഇങ്ങനെ മേയർ പദവി ഏറ്റെടുക്കുന്ന സമയത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ, ലോകത്തിലെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നൊക്കെയുള്ള ഖ്യാതി. അപ്പോൾ എൻ്റെ മനസ്സിൽ അത് സന്തോഷമായിട്ട് തോന്നി. പക്ഷെ അതോടൊപ്പം തന്നെ എനിക്ക് വലിയ ആശങ്ക തോന്നിയിരുന്നു. കാരണം നമ്മളൊക്കെ ഇത്രയധികം ജീവിത അനുഭവം കൊണ്ടും ഒക്കെ പഠിച്ചെടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് തിരിച്ചറിവുകളുണ്ട്. ഇതൊന്നും ഈ കുട്ടിക്കായിട്ടില്ല. അതായത് വസ്തുനിഷ്ഠമായിട്ട് പറഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു കോർപ്പറേഷനാണ് എന്ന് തിരുവനന്തപുരം കോർപ്പറേഷനെ പറ്റി IIM അഹമ്മദാബാദുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പഠനം നടത്തിയിട്ടുണ്ട് ഞാൻ. ആ പഠനത്തിൽ ഞാൻ മനസ്സിലാക്കിയതാണ് ഇവിടുത്തെ ഈ പിന്നെ എന്താണ് പറയുക, ഈ മാലിന്യ പ്രശ്നങ്ങൾ, അതായത് വിളപ്പിൽശാല മാലിന്യ സംസ്കരണ കേന്ദ്രമൊക്കെ പ്രതിസന്ധിയിലായിരുന്ന കാലഘട്ടത്തിലാണ് ആ പഠനം നടത്തിയത്. ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെ ഈ കോർപ്പറേഷനുണ്ട്. അങ്ങനെ എപ്പോഴും പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കോർപ്പറേഷനെ ഈ ഒരു കുട്ടി എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പോകുന്നത് എന്ന ഒരു ഭയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അത്ര മിടുക്കുകയാണെങ്കിൽ ആ മിടുക്ക് തെളിയിച്ച് അവർ മുൻപോട്ട് വരും എന്ന് തന്നെ കരുതി. നമുക്ക് മനസ്സിലായി പിൽക്കാലത്ത് മിടുക്കുകൊണ്ടല്ല ആ പദവിയിൽ എത്തിയത്, ആരുടെയൊക്കെയോ താല്പര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഒരാളെ ആ പദവിയിൽ എത്തിച്ചത് എന്ന്. കാരണം എവിടെയെങ്കിലും ഒപ്പിടാൻ പറയുമ്പോൾ ഒപ്പിടുക എന്ന ഒരു പിന്നെ കർത്തവ്യം മാണ് ചെയ്യേണ്ടത്. അതാണല്ലോ അന്ന് സ്വജന പക്ഷപാതത്തിൻ്റെ ഭാഗമായിട്ട് എന്താണ് ഉദ്യോഗാർത്ഥികൾ, അതായത് CPMൻ്റെ ആൾക്കാരെ പിന്നെ ലിസ്റ്റ് തരൂ എന്ന് പറഞ്ഞൊക്കെ ഒരു ലെറ്റർ കൊടുത്തതും ഒക്കെ. അത് ഞാൻ എൻ്റെ ഒപ്പാണ്, പക്ഷേ ഈ കാര്യങ്ങൾ എഴുതിയിരിക്കണമെന്ന് ഞാനല്ല എന്നൊക്കെ പറഞ്ഞുള്ള അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം ഈ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന് പറയുന്നത് പോലെ ചിലർ ആവശ്യപ്പെടുന്നു ഇന്ന അടുത്ത് സൈൻ ചെയ്യാൻ, അവിടെ സൈൻ ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ സൈൻ ചെയ്യുന്നവർക്ക് ഇപ്പോൾ ഞാൻ അന്നേരം ഓർക്കാറുണ്ട്, പ്രശാന്തിനെ പോലെയുള്ള ഒരാളാണ് മേയറായിട്ടിരിക്കുന്നതെങ്കിൽ അങ്ങനെ സൈൻ ചെയ്ത് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരത്തെ മേയറായിരുന്ന, തിരുവനന്തപുരത്ത് മേയറായിരുന്ന LDFൻ്റെ തന്നെ പ്രശാന്തിനെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു മേയറെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം, അതായത് മെയ് 1 എത്തിയില്ല, തലേന്ന് രാത്രിയിൽ നമ്മൾ കാണുന്നത്. കുടുംബമായിട്ട് യാത്ര ചെയ്യുന്നു. വലിയ പ്രതിസന്ധി, അതായത് ബസ്സിൻ്റെ മുൻപിലേക്ക് കാറ് കൊണ്ട് നിർത്തി കാർ ഡ്രൈവറോട് പിന്നെ ആക്രോശിക്കുന്നതും ഒക്കെ കേൾക്കുന്നൊരവസ്ഥ. അപ്പോൾ പിറ്റേ ദിവസം അവർ ഓഫീസിലെ മേയറുടെ ആസ്ഥാനത്തിരുന്ന് കരയുന്ന ഒരു ചിത്രവും കൂടി പിറ്റേ ദിവസം, അതായത് അവരെ അവഹേളിക്കുന്നു, അപമാനിക്കുന്നു, അവർക്കെതിരെ ട്രോൾ വരുന്നു, അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞാണ്. അപ്പോഴൊക്കെ എല്ലാവരുടെയും, അതായത് കണ്ണീര് കൊണ്ട് ആരെയെങ്കിലും വീഴ്ത്താമെന്ന് സ്ത്രീകൾ വിചാരിക്കുന്നുണ്ടാകാം. പക്ഷേ എല്ലാവരും എല്ലായിടത്തും വീഴില്ലല്ലോ. കണ്ണീര് എവിടെ നിന്ന് വരുന്നു, ഏത് കോണ്ടെക്സ്റ്റിൽ
എന്ന് അറിയുമ്പോഴാണ് നമുക്ക് സഹതാപം തോന്നുക. പക്ഷേ അനർഹമായി വെറുതെ കണ്ണീർ പൊഴിക്കാനും സ്ത്രീകൾക്ക് ഒരുപക്ഷെ കഴിയുമായിരിക്കും. അതായിരിക്കാം അവിടെ കണ്ടത്. എന്തായാലും ആര്യ രാജേന്ദ്രൻ്റെ കൂടെ നിൽക്കുന്നവർ വളരെ ചുരുക്കം. പാർട്ടിക്കാർ പോലും ഉള്ളുകൊണ്ട് അവരുടെ കൂടെ കാണില്ല. കാരണം അവർ ഒരു കാരണവശാലും അവരുടെ പദവിയിലിരുന്നുകൊണ്ട് ചെയ്യാമായിരുന്ന കാര്യങ്ങളോ പറയാമായിരുന്ന വാക്കുകളല്ലോ അല്ല അവർ ഉപയോഗിച്ചത്. പിന്നെ അവരുടെ ഭർത്താവിൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് സ്വന്തം സ്ഥാനവും അദ്ദേഹത്തിൻ്റെ സ്ഥാനവും പ്രൊട്ടക്റ്റ് ചെയ്യുക, അതെല്ലാവർക്കും അറിയിച്ചു കൊടുക്കുക. ഞങ്ങളെപ്പോലുള്ളവരെ കണ്ടാൽ നിങ്ങളൊക്കെ ആദരവോടുകൂടി വഴിമാറി തരണം. അത് KSRTC ബസ്സാകട്ടെ എന്തുമാകട്ടെ, പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യുന്നവരെ നാം ആദരിക്കേണ്ടവരാണ് എന്നല്ല വിചാരിക്കേണ്ട. അവർക്ക് വേണ്ടി നമ്മൾ ഒഴിഞ്ഞു കൊടുക്കേണ്ടവരാണ് എന്നാണ് ഇത്തരക്കാർ കരുതേണ്ടത്. അവർ ജനസേവകരാണല്ലോ, അതുകൊണ്ട് അവർ കരുതേണ്ടത്. പക്ഷേ അത് അദ്ദേഹം മറന്നുപോയി. ഞങ്ങളെ ആദരിച്ചുകൊണ്ട് ഞങ്ങളുടെ വണ്ടിക്ക് വഴിമാറി തന്ന് എന്തുകൊണ്ട് ഞങ്ങളെ വിട്ടില്ല എന്നുള്ള രീതിയിലാണ് അവർ ആക്രോശിക്കുകയൊക്കെ ചെയ്തത്. അപ്പം എനിക്ക് ആ മെയ് ദിനത്തിൻ്റെ തലേന്ന് ഏറ്റവും സങ്കടകരമായി തോന്നിയ ഒരു കാര്യം, KSRTCയിലെ ഒരു ഡ്രൈവർ, അതായത് ദിവസവേതനത്തിന് എംപാനൽ ഡ്രൈവറായിരുന്നല്ലോ യദു. അപ്പോൾ യദുവിന് കൊടുത്തിരുന്ന 20 മണിക്കൂർ യാത്ര ഡ്രൈവ് വളയം പിടിച്ചതിന് ശേഷമാണ് അവിടെ വെച്ച് ഈ പ്രതിസന്ധി വാഗ്വാദം ഉണ്ടാകുന്നത്. അന്നേരം പറഞ്ഞു കേട്ടതാണ് ഈ 715 രൂപയാണത്രേ 8 മണിക്കൂർ ജോലി ചെയ്യുന്നതിന് ഒരു എംപാനൽ ഡ്രൈവർക്ക് കൊടുക്കുന്നത്. LDF ഗവൺമെൻറ് കഷ്ടം എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ കേരളത്തിലെ ഒരു ആളെ കിളയ്ക്കാൻ വിളിക്കുക, രാവിലെ 8 മണിക്ക് വന്ന് വേഷമൊക്കെ മാറി കിളയ്ക്കാൻ തുടങ്ങി 2 മണിയാകുമ്പോഴത്തേനും കുളിച്ച് തോർത്തി തിരിച്ചു പോകാൻ ഇറങ്ങുമ്പോൾ 1400 രൂപയാണ് ഇവിടെ ഒരു ആരും കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുക്കുന്ന സ്ഥലത്താണ് 20 മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞ ഒരു ഡ്രൈവർക്ക് എത്രയാണ് കൊടുത്തത്? 715 രൂപ വെച്ച് കൊടുത്തു. പിന്നെ ചെറിയ ഒരു അലവൻസ് എക്സ്ട്രാ മൈലുകൾ, അതായത് 8 മണിക്കൂർ എന്ന് പറയുമ്പം 8 8 16 മണിക്കൂറിന് 715 വെച്ച് കൊടുക്കും. പിന്നെയുള്ള എക്സ്ട്രാ മണിക്കൂർ 4 മണിക്കൂറിന് വളരെ ചെറിയ ഒരു നക്കാപ്പീച്ച മാത്രമാണ് കൊടുക്കുന്നത് എന്നാണ് ഞാൻ ഒഫീഷ്യലായിട്ട് മനസ്സിലാക്കിയത്. അപ്പോൾ അത്ര തുച്ഛമായ ശമ്പളത്തിന് എംപാനൽ ഡ്രൈവർമാരെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഗവൺമെൻറ്റിന് തന്നെ ഓർമ്മിക്കണം. ആ ഗവൺമെൻറ് തന്നെ ലക്ഷക്കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ കൂലി മേടിക്കുക. പക്ഷേ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കാര്യത്തിൽ 8 മണിക്ക് വന്ന് 2 മണിക്ക് പോകും എന്നുള്ള കാര്യം ഞാൻ പിന്നെ അടിവര ഇടുന്നില്ല. കാരണം അവരിലധികം പേരും 5 മണി വരെ ജോലി ചെയ്യുന്നവരാണ്. പക്ഷേ അവരിൽ തന്നെ 2 മണിക്ക് കൂലി വാങ്ങിച്ചിറങ്ങിയിട്ട് എവിടെയാണ് കള്ളുഷാപ്പിൻ്റെ, അതായത് മറ്റേ മദ്യശാലയുടെ മുൻപിൽ ചെന്ന് നിന്ന് കുപ്പിക്കണക്കിന് മദ്യം വാങ്ങി, അത് ആർക്ക് വേണ്ടിയാണ്? മാന്യന്മാർക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് മാന്യന്മാർക്ക് കൊടുത്ത് അവരുടെ നിന്ന് പകിടിയും പണവും മേടിക്കുന്ന ധാരാളം അന്യസംസ്ഥാന തൊഴിലാളികൾ ഉണ്ട് എന്നുള്ള കാര്യം പത്രങ്ങളിലൊക്കെ വന്ന് ഞാൻ വായിച്ചത് ഓർമ്മിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത്ര വലിയ കൂലി കൊടുക്കുന്ന ഒരു സംസ്ഥാനം, കൂലി കൂടിപ്പോയി എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ മാൻഡേറ്റ്സ് അനുസരിച്ച് മാന്യമായ വേതനം ഓരോ തൊഴിലാളിയും അർഹിക്കുന്നതാണ്. അക്കാര്യത്തിൽ കേരളം തീർച്ചയായിട്ടും ഒരു വഴികാട്ടിയാകേണ്ടതാണ് ഇന്ത്യക്ക്, ആണ് താനും. പക്ഷേ ഇക്കാര്യത്തിൽ ഈ KSRTCയിലെ ദിവസവേതനക്കാരുടെ കാര്യത്തിൽ ഇത് തീർച്ചയായിട്ടും മന്ത്രി മനസ്സറിഞ്ഞ് തന്നെ ഇതിന് മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കേണ്ടതാണ്. 715 രൂപ എന്ന് പറയുന്നത് ഇവിടെ ഉച്ചവരെ കിളയ്ക്കുന്നവന് കൊടുക്കുന്ന പൈസയുടെ ഏകദേശം പകുതിയാണെന്നേ പറയാനും കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ള യദുവിനെയാണ് ആ യദു അപ്പോൾ ചോദിച്ചു, എനിക്ക് യദുവിനോട് ബഹുമാനം തോന്നി, ആര്യ രാജേന്ദ്രനോട് ഉള്ളതിനേക്കാൾ കൂടുതൽ ബഹുമാനം എപ്പോഴാണ്? ശമ്പളം തന്നിട്ട് സംസാരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ അവകാശബോധമുള്ളവനാണ് യദു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇവർ പിന്നെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾ മേയറാണെന്ന് വിചാരിച്ചായിരിക്കത്തില്ല, ഒരു പ്രൈവറ്റ് കാറിൻ്റെ ഉടമ എന്ന ഹുങ്ക് കൊണ്ട് ഓവർടേക്ക് ചെയ്യേണ്ടെന്ന് ഒരു പക്ഷേ യദു വിചാരിച്ചോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ശമ്പളം തന്നിട്ട് സംസാരിക്കൂ നിങ്ങൾ പിന്നെ മേയറാണെങ്കിൽ എന്ന അർത്ഥത്തിൽ അദ്ദേഹം സംസാരിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഉള്ള ഈ ഒരു അവകാശ ബോധം ത്തെപ്പറ്റി എനിക്ക് ഒരു സന്തോഷം തോന്നിയത്. അപ്പോൾ രണ്ടായാലും അങ്ങനെയല്ല. എംപാനൽ ഡ്രൈവർമാരാണെങ്കിലും, അതായത് ഇവിടെ പിന്നെ നമ്മൾ യാത്രയാക്കി കൊടുക്കുന്ന പൈസ എത്രയാണ്?
ഓരോ യാത്രക്കാരിൽ നിന്നും കിലോമീറ്റർ കണക്കിന് കൊള്ളയടിക്കുക കേരളത്തിൽ. അങ്ങനെ കൊള്ളയടിച്ചിട്ട് സംസ്ഥാന ഖജനാവ് കാലിയാണ്. അത് വേറെ കാര്യം. അതിന് ഇവരെ ആരും ഈ ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഒന്നും അല്ലല്ലോ അതിൻ്റെ ഉത്തരവാദികൾ. അപ്പോൾ അവർക്ക് മാന്യമായ കൂലി കൊടുത്തുകൊണ്ട് തന്നെ വേണം എംപാനൽ ഡ്രൈവർമാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ. അല്ലെങ്കിൽ എംപാനൽ ഡ്രൈവർമാർക്ക് സ്വന്തമായിട്ട് യൂണിയനും ഒന്നുമില്ല. കാരണം എംപാനലായത് കാരണം എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടും. അതുകൊണ്ട് അവർക്ക് ഒച്ചയില്ല. അതുകൊണ്ടാണ് അങ്ങനെ അവരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ആര്യ രാജേന്ദ്രൻ്റെ കേസിൽ ആര്യ രാജേന്ദ്രൻ സ്ത്രീജനങ്ങൾക്ക് അപമാനമായി എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കുറച്ചുകൂടി വിനയത്തോടുകൂടി, അതായത് അവനവൻ്റെ ഞാൻ ഒരു ഉദാഹരണം ഓർക്കുകയാണ്. എബ്രഹാം ലിങ്കൻ്റെ കഥ ചരിത്രം വായിക്കുമ്പോൾ, എബ്രഹാം ലിങ്കൻ്റെ ഗ്രന്ഥത്തിൽ ഞാൻ ഈ അടുത്ത ദിവസം തന്നെ വായിച്ചതാണ്. വായിക്കുമ്പോൾ അദ്ദേഹം പ്രസിഡൻ്റായിരുന്ന സമയത്ത് രാവിലെ നടക്കാനിറങ്ങുമ്പോൾ വിറക് വെട്ടുകാരൻ ഒരു വലിയ കെട്ട് വിറകുമായിട്ട് അത് തന്നെ എടുത്ത് തലയിൽ വയ്ക്കാൻ വയ്യാതെ വളരെ വിഷണ്ണനായിട്ട് എടുത്തു പോക്കുന്നു. പിന്നെയും അത് എടുക്കാൻ പറ്റാതെ വരുന്നു. അങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് കണ്ട് അദ്ദേഹം ആ വിറക് വെട്ടുകാരൻ്റെ വിറക് കെട്ടെടുത്ത് തലയിൽ വയ്ക്കുന്നതിന് സഹായിച്ചു കൊടുത്തു. അദ്ദേഹം ഒരു പ്രസിഡൻ്റാണ് എന്നോർക്കണം. അങ്ങനെയുള്ള ആ വിനയം, ആ ശ്രീ ആര്യ രാജേന്ദ്രൻ അത്തരം വിനയം കണ്ടുപഠിക്കണം. വിനയത്തിൽ നിന്നാണ് വലിപ്പമുണ്ടാകുന്നത്, അല്ലാതെ അഹങ്കാരത്തിൽ നിന്നല്ല. അഹങ്കാരം ആരുടെയും പത്തി അടിച്ച് താഴ്ത്തുകയുള്ളൂ എന്നുള്ളത് എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കുന്നത് ഇനി അങ്ങോട്ടുള്ള വളർച്ചയിൽ തീർച്ചയായിട്ടും വളമായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ മാരീഡ് ആയതിനു ശേഷം എനിക്ക് വളരെ കുറവാണ് എനിക്ക് സിനിമകൾ മലയാളത്തിൽ. അപ്പം പിന്നെ എനിക്ക് തമിഴിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വിളികളെങ്കിലും വരുന്നുണ്ട്. ഇവിടെ നിന്ന് അതുമില്ല. അപ്പം എനിക്ക് കുറച്ചൊക്കെ എനിക്ക് മൈൻഡ് അപ്സെറ്റായ സമയത്തൊക്കെ ഞാനിങ്ങനെ വിചാരിക്കും ഏതെങ്കിലും ഒരു പടമെങ്കിലും എൻ്റെ ഇറങ്ങി ഇങ്ങനൊരു എനിക്കൊരു ബ്രേക്ക് കിട്ടുന്ന രീതിയിലേക്ക് വരണം എന്നുള്ളത്. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്ക് ഒരു ബ്രേക്കിംഗ് വേണം, എനിക്കൊരു കരിയർ ബ്രേക്കിംഗ് വേണം. ഞാൻ ജീവിതം ആകെ വഴിമുട്ടി നിൽക്കുകയാണ്. കാരണം കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ആകെ പെട്ടുപോയി. ഇപ്പോൾ എനിക്ക് നല്ല ബ്രേക്കിംഗ് ആയി. എന്നെ നാലാൾ അറിഞ്ഞ് തുടങ്ങി. ആരും അറിയാതിരുന്ന എന്നെ നിങ്ങളൊക്കെ സ്വീകരിച്ചു തുടങ്ങി. പ്രിയപ്പെട്ടവരെ, എപ്പോഴെല്ലാം ധർമ്മം ഹനിക്കപ്പെടുകയും അപകടത്തിലാവുകയും ചെയ്യുന്നുവോ അപ്പോഴെല്ലാം ഭഗവാൻ പ്രത്യക്ഷപ്പെടുമെന്ന് ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയല്ലെങ്കിൽ ഏതാണ്ട് ഇതുപോലെ അർത്ഥം വരുന്ന വരികൾ. ഈ വാക്കുകളെ ഒന്ന് ആധുനികവൽക്കരിച്ചാൽ നമുക്ക് ഇങ്ങനെ മാറ്റിപ്പറയാം. CPM എപ്പോഴെല്ലാം പ്രതിസന്ധിയിലാവുന്നുവോ അപ്പോഴെല്ലാം എവിടെ നിന്നെങ്കിലും കുന്നേൽ ശാന്തമാർ ഇതുപോലെ പ്രത്യക്ഷപ്പെടും. മുണ്ടുമുറുക്കി ചുണ്ടുമുറുക്കി ചുവപ്പിച്ചവതരിക്കുന്ന കുന്നേൽ ശാന്ത CPMനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നവന് ലൈംഗിക അതിക്രമ ആരോപണം ഉന്നയിക്കുന്നു. ഇതാ ഇപ്പോൾ മറ്റൊരു കുന്നേൽ ശാന്ത കൂടി പിറവിയെടുത്തിരിക്കുന്നു. ആള് പറഞ്ഞു വരുമ്പോൾ ഒരു സിനിമാ താരമാണെന്നാണ് പറയപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഇത്തിരി ഗ്ലാമർ കൂടിയ ഇനമാണ്, ഇത്തിരി മുന്തിയ ഇനമാണ്. ഈ കുന്നേൽ ശാന്ത പറയുകയാണ്, ആര്യമോളെ അശ്ലീലം കാണിച്ചവൻ പണ്ട് എന്നെയും അശ്ലീലം കാണിച്ചിട്ടുണ്ട്. എൻ്റെ ആറ്റുകാൽദേവി അമ്മേ, എങ്ങനെ ഒപ്പിക്കുന്നു ഇങ്ങനെ തരാതരം പോലെ ഇതുപോലുള്ള ശാന്തമാരെ. ഡ്രൈവർ ഏതു ആഭാസം പറഞ്ഞുവെന്നും അശ്ലീലം കാണിച്ചുവെന്നും പറയുന്ന പുതിയ കുന്നേൽ ശാന്ത പക്ഷേ കുറച്ചുകൂടി സത്യഭാമയാണ്. ഇപ്പോൾ പണിയൊന്നുമില്ലെന്നും എങ്ങനെയെങ്കിലും ഒരു ജീവിതത്തിലേക്ക് ജോലിയിൽ ഒരു ബ്രേക്ക് കിട്ടിയാൽ നാലാൾ അറിയുമെന്നുമാണ്, നല്ല നാൾ വരുമെന്നുമാണ് ഈ ആയമ്മ പറയുന്നത്. ചാനലിൽ പറഞ്ഞു തുടങ്ങും മുന്നേ തൻ്റെ 916 പരിശുദ്ധി തെളിയിക്കാൻ സിനിമാ താരം ഒരു ചാസിലിറ്റി സർട്ടിഫിക്കറ്റ് കാണിക്കുന്നുണ്ട്. ഞാൻ CPM അനുഭാവിയല്ലെന്ന്. അപ്പോഴേ ജനം സോഷ്യൽ മീഡിയ വഴി പരതി ഇവരുടെ മൂലവും പൂരാടവും എടുത്ത് പുറത്തിട്ടു. ഇവർക്ക് CPMുമായി യാതൊരു ബന്ധവുമില്ല. എൻ്റെ ഭഗവാനെ, ഇങ്ങനെ പോയാൽ ഇനി നാളേറെ കഴിയും മുന്നേ പാർട്ടി ഓഫീസുകളിൽ നിന്നും മാർക്സിൻ്റെയും എംഗൽസിൻ്റെയും നമ്പൂതിരിപ്പാടിൻ്റെയും പടങ്ങൾ എടുത്തു മാറ്റി നാട്ടിൽ അറിയപ്പെടുന്ന ഇതുപോലുള്ള കുന്നേൽ ശാന്തമാരുടെ പടങ്ങൾ ചില്ലിട്ട് വെക്കേണ്ടി വരും. ഓരോ പാർട്ടി അനുഭാവിയുടെ വീട്ടിലും രശ്മി നായരേട്ടത്തിയുടെയും പടങ്ങൾ വെച്ച് എഴുതി വെക്കണം, സഖാക്കളെ ഇവർ ഈ വീടിൻ്റെ ഐശ്വര്യം. SFIയിലേക്ക് ആളെ ചേർക്കുമ്പോൾ കുട്ടി സഖാത്തികളിൽ നിന്നും എഴുതി ഒപ്പിട്ട് വാങ്ങണം. സഖാക്കളെ, പാർട്ടിക്കൊരാവശ്യം വരുമ്പോൾ പാർട്ടിയിൽ ആർക്കെങ്കിലും എതിരെ ആണൊരുത്തൻ നെഞ്ചു വരിച്ചിതുപോലെ പറയുമ്പോൾ അവനെതിരെ അരയും തലയും മുറുക്കി തുണിയഴിച്ച് ഞങ്ങൾ കുന്നേൽ ശാന്തമാരായി
ഉറഞ്ഞു തുള്ളി രംഗത്ത് വരുമെന്ന്. എന്താണല്ലേ, പണ്ടത്തെ പോലെ യുദ്ധങ്ങളിൽ എതിരാളികളെ നേരിടാൻ മുന്നിൽ സ്ത്രീകളെയും കുട്ടികളെയും കവചം തീർത്തിരുന്നുവെന്ന് ആ ഗതികെട്ട അവസ്ഥയിലായിരിക്കുന്നു നമ്മുടെ CPM. മാനവും നാണവും മറയുമില്ലാത്ത സ്ത്രീകളെ മുന്നിൽ നിർത്തി എതിരാളികളെ നേരിടുന്നു. എന്തൊരവസ്ഥയാണ്! ഒരു പാർട്ടിക്ക് ഇങ്ങനെ ഒരു ലജ്ജയും കൂടാതെ മാനം വിറ്റ് ജീവിക്കാനാവുമോ? മാനമുണ്ടോ? തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എൻ്റെ എതിർകക്ഷികൾ എൻ്റെ പോൺ വീഡിയോ ഇറക്കിയെന്ന് പറഞ്ഞ് മാനം കെട്ടിട്ട് 4 നാൾ കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് തിരുവനന്തപുരം മേയർ വഴിയിൽ ഒരാളോട് കൊമ്പ് കോർക്കുന്നതും ജയിക്കാൻ എന്നെ അശ്ലീലം കാണിച്ചുവെന്നും പറയുന്നു. എന്തൊരു നാണക്കേടാണ്! പറഞ്ഞ് നാണം കെട്ടിട്ടും മാനം പോയിട്ടും ഇതാ പോയ നാണവും മാനവും തിരിച്ചു പിടിക്കാൻ ഇതാ പിന്നെയും ഒരശ്ലീല കഥ. കേട്ടും മടുത്തു സഖാക്കളെ ഞങ്ങൾ മലയാളികൾ, നിങ്ങളുടെ ഈ നാറിയ നാറ്റക്കഥകൾ ഇനി ഇങ്ങനെ എടുത്ത് ഞങ്ങളുടെ നെഞ്ചത്തിട്ട് ഇതുപോലിട്ട് അലക്കരുത്. സഖാക്കളുടെ വാക്കുകൾ കേട്ടു, എന്നെ കെട്ടിപ്പിടിച്ചു, കയറിപ്പിടിച്ചു, എന്നെ പിടിപ്പിച്ചു എന്ന് പറയുന്ന നിങ്ങളുടെ സഖാത്തുകൾക്കില്ലാത്ത ഒന്ന് ഇവിടുത്തെ സാധാരണക്കാരായ മലയാളി പെണ്ണുങ്ങൾക്കുണ്ട്. നാണവും മാനവും കൂടെ ഉളുപ്പും ഇതൊന്നും ഇല്ലാത്ത നിങ്ങളോടൊക്കെ എന്തു പറയാൻ. എന്നാലും പറഞ്ഞു എന്നേ ഉള്ളൂ, രക്ഷകനായിട്ട് എല്ലാ കാലത്തും ഭഗവാൻ കൃഷ്ണൻ വരണമെന്നില്ല. അപ്പോ ലാൽ സലാം സഖാക്കളെ. സർ, KSRTC ഡ്രൈവർ യദുവും മേയറുമായിട്ടുള്ള വിഷയം ഇപ്പോൾ മേയർക്കും MLAക്കും ഒരു തിരിച്ചടിയായി മാറിയിരിക്കുന്നൊരു സാഹചര്യമാണുള്ളത്. കോടതി തന്നെ നേരിട്ട് പറഞ്ഞിരിക്കുകയാണ് പോലീസിനോട് കേസ് എടുക്കാനായിട്ട്, ഈ പൊതുവാഹനം തടഞ്ഞതിനും അതുപോലെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതിനുമൊക്കെ. എന്നാൽ ഇതിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡ് ഇല്ലാത്ത സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ഈ കേസിന്റെ മുമ്പോട്ടുള്ളൊരു ഗതി എങ്ങനെയായിരിക്കും? ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എന്താണ് സാറിന് പറയാനുള്ളത്? ഈ കേസുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങളാണ് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു മേയർ, അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് ഒരു MLA, ഇവർ അവരുടെ ഇത്രയും വലിയ ഉന്നത സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളത് ഒരു വശം. 2, ഈ പറയുന്ന MLAയെയും അതുപോലെ മേയറെയും ഈ പറയുന്ന ബസ് ജീവനക്കാരനായ ഡ്രൈവർ തിരിച്ചറിയുന്നില്ല എന്നുള്ളത് മറ്റൊരു വശം. അപ്പോൾ 2 വശങ്ങളൊന്നും കൂടി നമ്മൾ പരിശോധിക്കുമ്പോൾ മേയറുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് അവരുടെ ആ പദവിക്കും അവരുടെ ആ ഔന്നത്യത്തിനും എതിരായ ഒരു പ്രവൃത്തിയാണ്. ഇങ്ങനെയുള്ള KSRTC ബസ്സിനെ തടഞ്ഞു നിർത്തി അതിലെ ജീവനക്കാരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക, അവരുടെ ജോലിക്ക് ഭംഗം വരുത്തുക. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതി 353 വകുപ്പ് അനുസരിച്ച് ഒരു ഗവൺമെന്റ് സർവന്റിന്റെ ജോലിയെ തടസ്സപ്പെടുത്തിയതിനെ കേസെടുക്കാനായിട്ടുള്ള നിർദ്ദേശം കൊടുത്തത്. ഞാൻ മനസ്സിലാക്കുന്നത് 2 കേസുകളാണ് ഈ പറയുന്ന ആര്യ രാജേന്ദ്രനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഹസ്ബൻഡിനുമെതിരെ ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, ഈ ജീവനക്കാരനായിട്ടുള്ള യദു എന്ന് പറയുന്ന ഡ്രൈവർ കൊടുത്ത കേസ്, മറ്റൊന്ന് വേറെ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് കൊടുത്ത കേസ്. അപ്പോൾ ഈ 2 കേസും അന്വേഷണ വിധേയമായിട്ട് പോലീസ് അന്വേഷണം നടത്തേണ്ടതാണ്. അതുപോലെ തന്നെ ഇയാൾക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട്. ഈ പറയുന്ന മേയറെയും അതുപോലെ തന്നെ MLAയെയും മോശമായ രീതിയിൽ പെരുമാറി, അവരോട് സംസാരിച്ചു, അവരുമായി വഴക്കുണ്ടാക്കി എന്നുള്ള ഒരു സാഹചര്യം, അവരെ വണ്ടിക്ക് വളരെ സുഗമമായ രീതിയിൽ മുന്നോട്ട് കടന്നു പോകാൻ സാധിക്കാത്ത രീതിയിൽ തടഞ്ഞു എന്നാണ് അവരുടെ ആക്ഷേപം. അതുകൊണ്ടാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ ഒരു മേയറെ തിരിച്ചറിയാത്ത അല്ലെങ്കിൽ ഒരു MLAയെ തിരിച്ചറിയാത്ത ജനങ്ങളാണ് അല്ലെങ്കിൽ സമൂഹമാണ് ഇന്ന് നിലകൊള്ളുന്നത്. നാളെ മുഖ്യമന്ത്രി വന്നാലും പ്രധാനമന്ത്രി വന്നാലും ഞാൻ അറിയില്ല എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, അതും ശരിയായ രീതിയല്ല എന്നും എനിക്ക് അഭിപ്രായമുണ്ട്. പക്ഷേ ഇവരുടെ കുരുക്ക് ഇനി അഴിയാൻ പോകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വളരെ ഗൗരവമായ രീതിയിലാണ് കോടതി ഇതിനെ കണ്ടിരിക്കുന്നത്. ഒരു മേയർ താഴത്തിറങ്ങി ഒരു KSRTC ജീവനക്കാരനെ ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ മോശമായ രീതിയിൽ പെരുമാറുന്നു. അതൊക്കെ സമൂഹത്തിൽ കൊണ്ടുവരുന്ന പാഠം എന്താണ്? ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ഇങ്ങനെ ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നാളെ ഇവരുടെ ഈ ഉന്നത സ്ഥാനത്തിന് എന്ത് മഹത്വമാണുള്ളത്? മേയർ എന്ന് പറയുന്നത് തിരുവനന്തപുരം മേയർ എന്നൊക്കെ പറയുമ്പോൾ ഈക്വലൻ ടു ഒരു മിനിസ്റ്ററുടെ അതേ പദവിയുള്ള ആളാണ്. അപ്പോൾ ആ ഒരു ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് അവർ ഇവിടെ കാണിച്ച പ്രവൃത്തികൾ തീർച്ചയായിട്ടും വളരെ മോശമായ രീതിയാണ്. അതുകൊണ്ടാണ് കോടതി നടപടിയെടുത്തത്. 353 വകുപ്പ് അനുസരിച്ച് അന്ന് തന്നെ പോലീസ് കേസെടുക്കണമായിരുന്നു. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ട്. സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് KSRTC ജീവനക്കാരനെതിരെ മാത്രം കേസെടുക്കുകയും
ഇവർക്കെതിരെ കേസ് എടുക്കാതിരിക്കുകയും ചെയ്ത് നടപടിയും നിയമപരമായി ശരിയല്ല എന്നാണ് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇവര് സഞ്ചരിച്ചിരുന്ന ഔദ്യോഗിക വാഹനമല്ല എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ട്, ഈ MLA-യും മേയറും ചെയ്തതും ഗുരുതരമായ നിയമ ലംഘനമാണല്ലോ, ഈ സിബ്ര ലൈനിൽ വണ്ടി നിർത്തിയതടക്കം. അപ്പൊ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നപ്പോഴാണല്ലോ ഇത് ഇവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറയുന്നതും പിന്നീടാണ് ഈ മെമ്മറി കാർഡ് ഇപ്പോൾ നഷ്ടമായിരിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ സാഹചര്യത്തിൽ ആ ഭാഗത്തേക്കാണ് വരുന്നത്. തെളിവ് നശിപ്പിക്കുക എന്നുള്ള ഒരു കുറ്റം കൂടി ഈ MLA-യും മേയറും കൂടി ചെയ്തിട്ടുണ്ട്. കാരണം വളരെ മോശപരമായ രീതിയിലാണ്, നമുക്ക് രണ്ടു വശം പറയേണ്ടിയിരിക്കുന്നു. വളരെ മോശകരമായ രീതിയിലാണ് ഈ ഡ്രൈവർ, KSRTC ഡ്രൈവർ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. സമൂഹത്തിലും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് മോശം ഉണ്ടാകുന്ന രീതിയിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ. അതുപോലെ തന്നെ ഇവരുടെ താങ്കൾ പറയുന്നത് പോലെ ഇവരുടെ ഔദ്യോഗിക വാഹനമല്ലായിരുന്നു. അപ്പോൾ ഒരു പക്ഷെ തിരിച്ചറിയാൻ സാധ്യമല്ലായിരിക്കാം. അങ്ങനെ ആയിരുന്നാൽ പോലും ഇവരുടെ പ്രവൃത്തി, ഇവർ ഒരു പ്രവൃത്തി ചെയ്തതിനു ശേഷം താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ മെമ്മറി കാർഡ് കാണുന്നില്ല. അവിടെയാണ് സ്വാധീനം, പോലീസിന്റെ സ്വാധീനവും മറ്റുള്ള സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അതുകൊണ്ട് അന്വേഷണത്തിന്റെ ഭാഗമാക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ തെളിവ് നശിപ്പിക്കൽ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ആര്യ രാജേന്ദ്രനും അദ്ദേഹത്തിന്റെ ഹസ്ബൻഡായിട്ടുള്ള MLA-യും തീർച്ചയായിട്ടും തെളിവ് നശിപ്പിക്കുന്ന കുറ്റത്തിൽ കൂടി ഉത്തരവാദിയാണ്. ഒരു ഗവൺമെന്റ് സർവന്റിനെ തടഞ്ഞു നിർത്തുക എന്നുള്ളതിന് ഉപരിയായിട്ട്, മറ്റുള്ളവർക്കും ഉപദ്രവം ഉണ്ടാക്കുക എന്നുള്ളതിന് ഉപരിയായിട്ട് തെളിവ് നശിപ്പിക്കൽ എന്ന് പറയുന്ന ഒരു കുറ്റം കൂടി അവർ ചെയ്തിരിക്കുന്നു. പക്ഷെ അതിന് പോലീസിന്റെ ഒത്താശയും ഉണ്ടായിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കേസ് വന്ന സമയത്ത് തന്നെ രണ്ടുപേർക്കെതിരെയും കേസെടുത്ത് ഒരു നിഷ്പക്ഷമായ അന്വേഷണമാണ് പോലീസ് നടത്തേണ്ടിയിരുന്നത്. ഇവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ നിയന്ത്രണത്തിലാണ് പോലീസ് എന്നുള്ളത് കൊണ്ട് മാത്രമായിരിക്കാം ഒരു പക്ഷേ ഈ പറയുന്ന ജീവനക്കാരനെതിരെ മാത്രം കേസെടുത്ത് മറ്റ് കേസെടുക്കാൻ പോലീസ് തയ്യാറാകുന്നത്. ഈ ഡ്രൈവർ പരാതി കൊടുത്തിരുന്നു. അപ്പോൾ ഡ്രൈവറുടെ കൗണ്ടർ പരാതി ആയതുകൊണ്ട് തന്നെ സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പോലീസ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്നിട്ടാണ് ഇപ്പോൾ കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസെടുക്കേണ്ടി വരുന്നത്. അപ്പൊ ഈ പോലീസ് ഇത്തരം ഒരു നിലപാടെടുത്തതിനെതിരെ ഇനി പോലീസിന് ഏതെങ്കിലും തരത്തിൽ ഈ കേസിൽ അപ്പം നേരിടേണ്ടി വരുമോ ഇനി തുടർന്ന് അങ്ങോട്ട്? തീർച്ചയായിട്ടും സാധാരണ ഇങ്ങനെ കേസുകൾ അടിയുണ്ടായാലും ഇടിയുണ്ടായാലും ബലാത്സംഗം നടന്നാലും പോലീസ് പറയുന്ന ഒരു ഭാഷ്യമാണ് ഇത് സിവിൽ നേച്ചറാണ്. ഇവിടെ 353 എന്ന് പറയുന്ന വലിയൊരു ഒഫൻസ് നടന്നിട്ട് അത് സിവിൽ നേച്ചറായി തള്ളാതിരുന്നത് എന്തോ ഭാഗ്യം. കേസെടുക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിൽ വളരെ സംയോജിതമായ ഒരു ഇടപെടലാണ് പോലീസ് എന്ന് പറയുന്ന നിഷ്പക്ഷമായിട്ടുള്ള ഒരു ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. ഇവിടെ പോലീസും ഈ സ്വാധീന വലയത്തിൽപ്പെട്ടു. അപ്പോൾ അത്തരം പോലീസുകാർക്കെതിരെയും നടപടി എടുക്കേണ്ടിയിരുന്നു. ഇവര് ഈ പറയുന്ന ഡ്രൈവർ തീർച്ചയായിട്ടും ഹൈക്കോടതിയാണ് സമീപിക്കേണ്ടത്. അങ്ങനെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന വ്യക്തികൾക്കെതിരെ നടപടി ഹൈക്കോടതി എടുക്കുമായിരുന്നു. പക്ഷേ ആ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ഒരു പ്രൈവറ്റ് കംപ്ലൈന്റ് മാത്രം ഫയൽ ചെയ്തുകൊണ്ട് കേസ് എടുക്കണം, അത് കൗണ്ടർ കേസായാലും യഥാർത്ഥ കേസായാലും ആ കേസ് എടുക്കണം എന്നുള്ള ഒരു ആവശ്യം മാത്രമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇനിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണ വിധേയമായിരിക്കുന്ന ഒരു കേസാണ്. അപ്പൊ അന്വേഷണ മധ്യേ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാൻ സാധിക്കും. എന്തു വന്നാലും മേയറുടെ ഭാഗത്തു നിന്നും MLA-യുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു ഭാഗം. രണ്ട്, ഈ KSRTC ഡ്രൈവർ എന്ന് പറയുന്ന വ്യക്തി വളരെ മിതമായ രീതിയിലല്ല വണ്ടി ഓടിച്ചിരുന്നത് എന്നുള്ള ഒരു പൊതുജന അഭിപ്രായവും അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും അന്വേഷിച്ച് കൃത്യമായിട്ടുള്ള ഒരു തെളിവെടുപ്പ് നടത്തി അന്വേഷണം പൂർത്തിയാക്കണം എന്നാണ് ഒരു അഭിഭാഷക നിലയിൽ. ഇപ്പൊ ഈ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പൊ സ്ത്രീ എന്നുള്ളൊരു പരിഗണന അവർക്ക് ഒരു പ്രിവിലേജ് ഉണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾക്ക് നിയമപരമായി മുൻതൂക്കം ലഭിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന് പറയുന്നത് തന്നെ ഈ യദുവിന്റെ, അതായത് ഡ്രൈവറിന്റെ അഡ്വക്കേറ്റ് തന്നെ പറയുന്നുണ്ട് ഈ എന്ത് ആംഗ്യമാണ് കാണിച്ചത്, എവിടെ വെച്ചാണെന്ന് പരാതിയിലൊന്നും പറയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇനി തുടർന്ന് അങ്ങോട്ട് കേസ് പോകുമ്പോൾ എത്രത്തോളം ആയിരിക്കും ഈ യദുവിന് അനുകൂലമായിട്ട് വരുമോ അതോ എങ്ങനെയായിരിക്കും അതിന്റെ ഒരു? ഇപ്പോൾ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം പൊതുജനങ്ങളുടെ മധ്യത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ഒഫൻസ് ആണ് ഇത്. ഒരു വീടിനുള്ളിലോ അല്ലെങ്കിൽ സ്വകാര്യമായ ഒരു സ്ഥലത്തോ ഉണ്ടായ ഒഫൻസ് അല്ല, പൊതുജനങ്ങളുടെ മധ്യത്തിലുണ്ടായ ഒരു ഒഫൻസ് ആണ്. ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും സാക്ഷികളുണ്ട്. സാക്ഷികൾ അനുകൂലമായി പറയുമോ പ്രതികൂലമായി പറയുമോ എന്നുള്ളത് വളരെ വിചിത്രമായ ഒരു സംഗതിയാണ്. എന്നിരുന്നാൽ പോലും
പൊതുജനങ്ങളുടെ മധ്യത്തിൽ വെച്ച് ഇത്തരത്തിൽ അശ്ലീലമായ ചൊവ്വ നടത്തി എന്ന് പറയുന്നപ്പോൾ ആനന്ദബോസ് ഗവർണർക്ക് അടക്കം അതുപോലെ തന്നെ പ്രമുഖ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികൾക്കടക്കം ഇത്തരത്തിലുള്ള അപായപരമായിട്ടുള്ള കാര്യങ്ങൾ നടന്നു എന്നും പറഞ്ഞ് കേസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി പല രീതിയിലും പല വ്യക്തികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് സ്ത്രീ പീഡനമാണ്, അല്ലെങ്കിൽ സ്ത്രീകളെ വളരെ മോശകരമായ രീതിയിൽ പെരുമാറുകയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എറണാകുളത്ത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്, വെറും നവജാത ശിശുവിനെ കുഴിച്ചു മൂടുന്ന സ്ത്രീകളടക്കം സമൂഹത്തിൽ നിലനിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തില് പൊതുജനങ്ങളുടെ മധ്യത്തിൽ നടന്ന ഒരു കാര്യം അത് മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാലും അതിന് തെളിവുണ്ടാവുകയില്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിയമപരമായിട്ടുള്ള നടപടികൾ പോലീസ് കൈക്കൊള്ളുന്നതായിരിക്കും. വളരെ ഗൗരവമായ കുറ്റം ഒരിക്കലും ഇത് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറിച്ച് ഈ പറയുന്ന മേയറും MLA-യും ഗവൺമെന്റ് ജീവനക്കാരന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ തടസ്സം വരുത്തി എന്നുള്ള കുറ്റം ഗൗരവമായി നിലനിൽക്കുക തന്നെ ചെയ്യും. അത് നോൺ കോമ്പൗണ്ടബിൾ ആയ ഒഫൻസ് ആണ്. അതിൽ ട്രയൽ ഈ പറയുന്ന MLA-ക്കും അതുപോലെ തന്നെ മേയർക്കും നേരിടേണ്ടി വരും. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ആ വീഡിയോ എല്ലാം കണ്ടു കാണുമല്ലോ. അപ്പോൾ ആളൂരടക്കം നമ്മുടെ യദുവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്തൊക്കെയായാലും നമ്മുടെ MLA-യുടെ ആണെങ്കിലും മേയറുടെ ആണെങ്കിലും കാര്യം എന്താകുമെന്ന് കണ്ടറിയണം. അപ്പോൾ എന്തൊക്കെയായാലും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായി കാണുമ്പോഴേക്കും ഗുഡ് ബൈ ഫ്രം വരുൺ 7 ഫ്രം നേർ.